ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ അഥവാ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതെങ്ങനെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമുക്കിന്ന് സോൾവ് ചെയ്യാം. പ്രധാനമായും 3 മോണിറ്റൈസേഷൻ പ്രോഗ്രാംസ് ആണ് ഫേസ്ബുക്കിലുള്ളത്. ഫസ്റ്റ് വൺ ഇൻസ്ട്രീം ആഡ്സ് ആണ്. നമ്മുടെ വീഡിയോസിന്റെ ഇടയിൽ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുകയും അതിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടുന്ന രീതിയാണിത്. ഫേസ്ബുക്കിൽ 10,000+ ഫോളോവേഴ്സ്, ലാസ്റ്റ് 60 ഡേയ്സിൽ 6 lakh മിനിറ്റ്സ് വാച്ച് ടൈം തുടങ്ങിയ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തവർക്കാണ് ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. രണ്ടാമത്തേത് കോണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം ആണ്. ഫേസ്ബുക്കിൽ 10,000+ ഫോളോവേഴ്സ്, ലാസ്റ്റ് 28 ഡേയ്സിൽ 1.5 lakhs യൂണീക് വ്യൂസ് തുടങ്ങിയ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ആവും. അതിനുശേഷം ഫേസ്ബുക്ക് അപ്രൂവൽ ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. നെക്സ്റ്റ് ഫേസ്ബുക്ക് സ്റ്റാർസ് ആണ്. ഫേസ്ബുക്കിന്റെ ഒരു വെർച്വൽ കറൻസിയാണ് സ്റ്റാർസ്. നമ്മുടെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സിന് ഇങ്ങനെയുള്ള സ്റ്റാർസ് വാങ്ങി നമുക്ക് അയക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്ന സ്റ്റാർസിനനുസരിച്ച് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം. പിന്നെ സബ്സ്ക്രിപ്ഷൻ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ മെത്തേഡ്സ് വഴി നമുക്ക് ഫേസ്ബുക്കിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാം. ഇനി ഇൻസ്റ്റഗ്രാമിലൂടെ എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് അറിയണോ? അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.